കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ താളം തെറ്റിപ്പോകുന്നു അല്ലെ? അതിലൂടെ താളം തെറ്റിപ്പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. 56 ദിവസങ്ങളായി. ഈ 56 ദിവസങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിലേക്ക് എന്താണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ഓക്കെ അല്ല. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരാളിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ? ഒരു നീ വന്ന് വിളിച്ചു പോവുക കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയി പോയപ്പോ വന്നു പോയത്. അതിനേക്കാളും വലിയ കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേ? സോറി ചേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഉദാഹരണത്തിന് ഞാൻ കിടന്നുറങ്ങുമ്പോ പ്ലേറ്റ് ഒക്കെ കൊണ്ട് തട്ടുക, എണീക്ക് പറയാ. നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറെ കാര്യങ്ങൾ അതില ചെയ്യാറുണ്ട്. ഈവൻ ഒരു ദേഹ ഉപദ്രവത്തിലേക്ക് പോയോ? പോയി. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞുണ്ടാകണ്ടല്ല. എന്താണ് അതിൽ അങ്ങനെ റിഫ്ലക്ഷൻ ഇല്ലാണോ അടിച്ചത്? അതോ അത് കേട്ടല്ലോ എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല, കാല് മണിക്കടിച്ച ലാലേട്ട പെട്ടെന്ന് ദേഹത്ത് ഉന്തിയപ്പോ ഞാൻ പെട്ടെന്ന് അയാൾ മനഃപൂർവ്വം ചെയ്തല്ല. മനഃപൂർവ്വം അല്ല, എനിക്കറിയാം. ജിനുവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെടില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് അടിച്ചതല്ലേ? ഇല്ല, ഞാനൊന്ന് ലേറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്, റിഫ്ലക്ഷൻ എന്നല്ല പറയുന്നത്. ഇയാൾക്ക് വരാൻ കണ്ട സമയം. ക്ഷമിക്കണം.